പ്രവർത്തനം 7-ാം അധ്യായം 59-60 വാക്യങ്ങൾ. സ്റ്റീഫനെ കല്ലെറിയുക. അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. ഉറക്കെ അങ്ങ് വായിച്ചേ. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. 60 കൂടെ വായിക്ക്. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? ഇപ്പൊ ചിലപ്പോ ഒരു കല്ലേറ് കൊള്ളുന്ന ഒരു സമയമായിരിക്കാം നമുക്ക്, അല്ലേ? കല്ലേറെന്ന് വെച്ചാൽ നിങ്ങളാരും കല്ലുവർക്ക് എറിയുന്നല്ല, അത്ര വലിയ ബുദ്ധിമുട്ട്, നേരെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. മരണം കൺമുമ്പിൽ വന്ന് നിൽക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളായിരിക്കും. ചിലപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ കടം വന്നിട്ട് ആത്മഹത്യ ചെയ്യാറില്ലേ, അല്ലേ? ചിലപ്പോൾ പേടിച്ച് കർത്താവ് എന്നെ ചെയ്യും, ജോലി നഷ്ടപ്പെട്ട് എന്നെ ചെയ്യും, കുടുംബം തകർന്ന് എന്നെ ചെയ്യും. കല്ലേറ് വന്നുകൊണ്ടിരിക്കുകയാണ്, മരണം കൺമുമ്പിൽ വന്നിരിക്കുകയാണ്. സ്റ്റീഫൻ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണം കാണിക്കുകയാണ്. കല്ലേറ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും സ്റ്റീഫന്റെ വായിന്ന് വന്ന ഒറ്റ വാക്കാണ്, എന്നാ വിളിച്ച ഈശോയെ, കർത്താവേ. പ്രിയപ്പെട്ട പൗലോസ്ലീഹയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരിക, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. എന്ത് സങ്കടത്തിലും എന്ത് വേദനയിലും നീ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അധികാരം ഇറങ്ങും. ബുദ്ധിമുട്ടിച്ച എല്ലാ പ്രശ്നങ്ങളുടെ മേലേക്കും കർത്താവിന്റെ അധികാരം ഇറങ്ങും. നമ്മുടെ കർത്താവിന്റെ വലിയൊരു കൃപ ഈ സമയത്ത് എല്ലാ കുടുംബങ്ങളിലും കടന്നു വരാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോയുടെ ശക്തി കൊണ്ട് കുടുംബങ്ങൾ നിറയണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കുടുംബം ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവും.